എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട്? നല്ല പടമായിരുന്നു. എങ്ങനെയുണ്ട്? നല്ല പടമായിരുന്നു. അടിപൊളിയാണ്. ഓക്കെ, സൂപ്പറായിരുന്നു. കവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ശരി, നൈസാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പറാണെന്ന് പറയാല്ലേ, അടിപൊളിയായിരുന്നു. ബേസിക് ഞാനൊരു ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യും. അടുത്ത സ്റ്റാർ ആവാൻ ഉള്ളൊരു മെറ്റീരിയലാണ്. തീർച്ചയായിട്ടും നല്ല ആക്ടിങ് ആണ്, എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറായിരുന്നു. സ്റ്റോറി വൈസ് അല്ല, നന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ബേസിക് മറ്റുള്ളവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുമെന്ന് അറിയില്ല. സ്ട്രഗിൾ ചെയ്ത് വരുന്ന ഓരോ സിനിമാകാരനും പക്കാ ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാം. നമ്മളൊക്കെ അതേ ഫീൽഡ് കഴിഞ്ഞിട്ട് ആ സ്ട്രഗ്ലിങ് കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ എത്തിയത് അവിടേക്ക്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും നമുക്ക്. തീർച്ചയായിട്ടും. ശരി, താങ്ക് യു. അതിനുണ്ട് മൂവി? നല്ല പടം, അടിപൊളി പടം. അടിപൊളി പടം. അടിപൊളി പടം കാണാം. സൂപ്പർ പടം അല്ലേ? അധികം പ്രമോഷനൊന്നും ഇല്ലാതെ ഇറങ്ങിയിട്ടുള്ളൊരു സിനിമ. എന്ത് തോന്നി? പ്രമോഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ അല്ലേ കുറവ്, തമിഴ്നാട്ടിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ ഇത് ഇനി ഷോ കൂടും. അടിപൊളി പടമായിട്ടുണ്ട്. പടം നല്ല പടമായിട്ടുണ്ട്. നല്ലൊരു മോട്ടിവേഷണൽ മൂവിയാണ്. സർവൈവൽ മോഡൽ പടമാണ്. ഒരു നായകൻ അവൻ അതിജീവിക്കുന്നതാണ് അവൻ്റെ പ്രശ്നങ്ങളെ, ജീവിത യാഥാർത്ഥ്യങ്ങളെ. അപ്പോൾ എല്ലാവരും കണ്ടിരിക്കേണ്ട പടങ്ങളാണ്. ഈ സിനിമയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവുമല്ലോ. ഒരു സിനിമാകാരനാവാൻ ആഗ്രഹിക്കുന്ന ഇന്നത്തെ ചെറുപ്പക്കാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഇതിൽ നടൻ ഭയങ്കര പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കാണേണ്ട സിനിമയാണ്. ഭയങ്കര ഇമോഷണൽ രംഗങ്ങളൊക്കെ പിന്നെ ലാലുണ്ട് മലയാളത്തിൻ്റെ. ഉള്ളിയും ഗംഭീര പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നല്ല സിനിമയാണ്. എനിക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഒരു പോരായ്മയാണെന്ന് തോന്നുന്നുണ്ട്. പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ട് തന്നെ. ഒരു ഷോയ്ക്കുള്ളതുകൊണ്ട് കണ്ടിരിക്കാണ്ട് ലാസ്റ്റ് പടം കഴിയുമ്പോൾ എല്ലാവരും കൈയടിക്കും. അതുപോലത്തെ ഒരു ഗംഭീര പെർഫോമൻസ് പടം. തമിഴ് സിനിമയാണെങ്കിലും മലയാളികൾക്ക് ടച്ച് ചെയ്യും ഈ ഒരു സിനിമ. പിന്നെ ഇത് ടച്ചാണ്, ഇമോഷണൽ, ഭയങ്കര കണക്റ്റാവും. സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളുകൾക്ക് ഭയങ്കരമായിട്ട് കണക്റ്റാവും. സിനിമാക്കാരനാവാൻ അല്ലെങ്കിൽ ജീവിതത്തിലൊക്കെ തോറ്റിയെടുക്കുന്ന ആളുകളൊക്കെ കണ്ടിരിക്കേണ്ട പടം. ഭയങ്കര മോട്ടിവേഷണൽ ഒരു ഇത് കിട്ടുന്ന പടം, ഗ്രിപ്പ് കിട്ടുന്ന പടമാണ്. ഒരു സൂപ്പർ സ്റ്റാർ ഇല്ലെങ്കിലും കൂടിയിട്ട് ഈ ഒരു നടൻ നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മറ്റുള്ള ഏതെങ്കിലും ഒരു നടനെ ഈ ഒരു സിനിമ കിട്ടുകയാണെങ്കിൽ എന്ന് തോന്നിയോ? ഇല്ലില്ല, ഇതിൽ എനിക്ക് തോന്നുന്നു ഇവൻ തന്നെയാണ് ആപ്റ്റ്. ഇതിൽ നല്ല പെർഫോമൻസുകൾ നല്ല കാഴ്ചവെച്ചിട്ടുണ്ട്. നമുക്ക് ഇവന് തന്നെ ആപ്റ്റായിട്ടുള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ ഞാൻ മുമ്പും കുറേ പടങ്ങളിലുള്ള ഹീറോ ആയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ആളുടെ പടം കാണുന്നത്. പക്ഷേ ഗംഭീര പെർഫോമൻസാണ്. ആളുടെ ഓരോ ഇമോഷണലായിട്ടുള്ള രംഗങ്ങളും നമുക്ക് ചില സമയത്തൊക്കെ ഒരു മോട്ടിവേഷണൽ ഗ്രിപ്പ് കിട്ടുന്ന ഫീലുണ്ട് ഒരു പഞ്ചകിൻ്റെ. പിന്നെ വെട്രിമാരൻ്റെ കയ്യിൽ വരുന്നുണ്ട് പടത്തിൽ. ഇപ്പോൾ ഗംഭീരമായിട്ടുണ്ട് പടം. അടിപൊളി പടം. മീൻസ് എല്ലാവരും കാണേണ്ട, എല്ലാവർക്കും കണക്റ്റ് ആവുന്ന, ഭയങ്കര ഫീൽ ചെയ്യുന്നൊരു പടമാണത്. അതായത് കവി എന്ന് പറയുന്ന അടുത്തൊരു പക്ക സ്റ്റാർ മെറ്റീരിയലാണ്. എന്താ പറയുക, ആക്ഷൻ ആയാലും സെൻറ്റിമെൻറ്റ്സ് ആയാലും എല്ലാ റോളും ആൾ അടിപൊളിയായിട്ട് ചെയ്യുന്നൊരു ആളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ സത്യത്തിൽ ഈ പടത്തിൻ്റെ ട്രെയിലറിനെ കാണുന്നത്. ട്രെയിലർ തന്നെ സംഭവം ഞെട്ടിച്ച് കളഞ്ഞു. എന്താ പറയുക, ആ ട്രെയിലറിൽ കണ്ടതിൻ്റെ ഇരട്ടിയാണ് നമുക്ക് സിനിമ കണ്ടപ്പോൾ കിട്ടിയ ഫീല്. നമുക്ക് അത്രയും കണക്റ്റായി. ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അമ്മാതിരി ഫീലടിക്കും. അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് അവൻ ചെയ്ത ഓരോ ആ കഥയിലെ ഓരോ സന്ദർഭവും നമുക്ക് അത്രമേൽ സിനിമേനെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാതെ പോലും ബാക്കി എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു മൂവിയാണ്. കവിൻ ഉറപ്പാണ് അടുത്ത സൂപ്പർ സ്റ്റാറാണ്. കാരണം അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് അവൻ. അടിപൊളി കിടിലം പടം, ഒരു രക്ഷയില്ല. ഇപ്പോൾ ഒരു ഷോയാണ് കളിക്കുന്നത്, ഒരു ഷോയിൽ നിന്ന് വ്യത്യാസപ്പെടും. ഇതധികം അത്ര മാർക്കറ്റിംഗ് അല്ലാത്തതുകൊണ്ട് അത് എത്രത്തോളം ഇതാവുമെന്ന് അറിയില്ല. പക്ഷേ OTT റിലീസാകുമ്പോൾ എന്തായാലും ഈ പടം വാഴ്ത്തിപ്പാടും, ഉറപ്പാണ്. കാരണം അത്രമേൽ കിടിലാണ്. മറ്റുള്ള ഇപ്പം നിൽക്കുന്ന ഹീറോയിസിനേക്കാളും സൂപ്പറായിട്ടുണ്ടോ ഈ ആർട്ടിസ്റ്റ്? ഇപ്പോൾ നിൽക്കുന്നതെന്നുള്ളതിന് അങ്ങനെ കമ്പയറിങ് ഇല്ല. എങ്കിലും നല്ലൊരു സ്റ്റാർ പദവി എന്തായാലും കിട്ടേണ്ട ഒരു നടനാണ്. കാരണം അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആൾ ഓരോ സീനും ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ ആയാലും കോമഡി ആയാലും എല്ലാ റോളും ആൾ പക്കയായിട്ട് ചെയ്തിട്ട് ആൾ എന്തായാലും വരും, സിനിമകളിൽ വരും. നല്ല സെലക്റ്റീവാണ്. അടുത്ത പടം നെൽസൻ്റെ പടമാണ്. മൊത്തത്തിൽ സ്റ്റാർ ആവേണ്ട ഒരു മുതലാണ്. അത് ഹിറ്റാവുക ആൾ. സിനിമയാണെങ്കിലും മലയാളികൾക്ക് ടച്ച് ചെയ്യും, ഉറപ്പാണ്. അതായത് എല്ലാവർക്കും കണക്ട് ചെയ്യുന്നൊരു പടം, അതിലൊരു സംശയമില്ല. ഇത് ഒരു ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കിയില്ലെങ്കിലും കാണുന്ന പ്രേക്ഷകർക്ക് എന്തായാലും അതൊരു ഗംഭീര ഫീൽ തന്നെയാണ് പടം. എന്തായാലും പ്രേക്ഷക ഹിറ്റായിരിക്കും, ബോക്സ് ഓഫീസ് ഹിറ്റിനേക്കാൾ അപ്പുറം.